ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സ്റ്റൈല് കാണിച്ചപ്പോൾ പ്രൈസമ്മോൻ അവിടെ നിന്ന് ചിരിക്കുന്നു. ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ, അല്ലെങ്കിൽ ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം പിന്നെന്തുകൊണ്ട്, എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ കമൻസ് വരുന്നുണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം, പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പം റെനി കഴിഞ്ഞ ദിവസം പറഞ്ഞ്, ചേച്ചി പ്രൈസനച്ചാച്ചനെ കാണുമ്പം ഇവിടെ ഒരാൾ ഭയങ്കര ചിരിയാണ്. പ്രൈസമ്മോനെ ഇങ്ങോട്ടൊന്നേ, മമ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ചേച്ചിയുടെ മോനെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. മോൻ്റെ പേര്, ആ കുഞ്ഞിൻ്റെ പേര് ഡെനീന്നാ. മോനൊന്ന് പറഞ്ഞ് വായി ഡെനിമോനെ സുഖമാണോന്നൊക്കെ ചോദിച്ചേ. ഹായ് ഡെനിമോൻ, സുഖമാണോ? അവിടെ ആ ഇവിടെ സുഖമാണോ? ആ ഞാൻ പ്രൈസനച്ചാച്ചനെന്ന് പറ. ആ ഡെനിക്കുട്ടാ ചക്കര ഉമ്മ അച്ചാച്ചൻ്റെ, പ്രൈസനച്ചാച്ചൻ്റെ വകയും പ്രൈസനച്ചാച്ചൻ്റെ മമ്മി ആൻറ്റിയുടെ വകയും. ഓക്കെ, പൊയ്ക്കോ മോനിനി. അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിലല്ല, അതിന് മുമ്പത്തെ വീഡിയോയിലേ ഞാൻ പറഞ്ഞില്ലേ മസിൽ കയറുമ്പോൾ നോവേദന ജെല്ല്, അത് എലിമെൻസിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ എലിമെൻസിൻ്റെ ബിസിനസ്സും ഉണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് ഈ അച്ചാർ ബിസിനസ്സും അതുകൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിന് പോവാൻ, അത് മെഡിക്കൽ സ്റ്റോറിലൊന്നും ആ മെഡിസിൻ കിട്ടത്തില്ല. നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളവർക്ക് അത് അല്ലാത്തവർക്കും കിട്ടുമൊക്കെ. അത് എല്ലായിടത്തും ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി ദൂരെ പോകണം, പക്ഷെ അവിടെ പോയാൽ ഒരു ദിവസത്തെ പണിയാണ്. അപ്പം അതിന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെ പോകാനൊക്കത്തില്ലെന്ന്. അപ്പം അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് എമർജൻസിയിൽ നമ്മുടെ ഇപ്പോൾ പരിചയത്തിലുള്ള ആരെങ്കിലും കവചപ്രാശം അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. എന്നാലും എന്നോട് പ്രിൻസി ചോദിച്ചായിരുന്നു, അതാണ് ഇത് മെഡിക്കൽ സ്റ്റോർ കിട്ടുന്നു. പ്രിൻസി പറയുന്നത് ഇങ്ങനെയാണെന്ന് ഇനി പിടിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് നോക്കട്ടെ. ആണ്ടെ നോവേദന ജെൽ എലിമെൻസിൻ്റെ ഇതാ. പ്രിൻസി പറയുന്നത് ഒരു റെഡ് കളറാണോ ആണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമെന്ന് പ്രിൻസി പറയുന്നു. ഇത് ഉൾട്ടയായിട്ട് വന്നതാണ് ഇല്ലേ, ഇതാ സാധനം. എൻ്റെ ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. എനിക്കത് ഈ വേദന വരുമ്പോഴൊക്കെ, വേദനയൊക്കെ തേക്കാൻ ഇത് നല്ലതാണ്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, എന്നാലും അതിന് പ്രയോജനമുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റീച്ചാൻ പിന്നെ ബസ്സിൽ കയറുമ്പോൾ റീച്ചാൻ നല്ല രണ്ടിടി ഇടിക്കും. ഇപ്പം അഖില് പറയുവാ, ചേച്ചി എന്തെങ്കിലും പറയുന്ന സമയത്ത് റീച്ചാൻ ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കും, എന്നിട്ട് ആ സമയത്ത് ഇട്ട് തരുന്നേ. അഖിലേ ഇന്ന് നെയ്യപ്പം ഉണ്ട് കേട്ടോ, നീ എന്നെ നെയ്യപ്പം ഒട്ടനെ ഉണ്ടാക്കിക്കോണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നെയ്യപ്പം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പക്ഷേ അങ്ങനെ വലിയ അങ്ങ് നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് പോലൊന്നും വന്നിട്ടില്ല. എന്നാലും ഗുണം ഉണ്ടായിരുന്നില്ല. അഴകിയ ചക്ക ചുളയെന്ന് പറഞ്ഞ പോലെ സൗന്ദര്യമൊന്നും നോക്കണം, നല്ല ടേസ്റ്റായിരുന്നു. എനിക്കത് മതി, സോഫ്റ്റുമായിരുന്നു. പോളിന് എങ്ങനെ വേണമെന്നോ, പോള് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം ക്രഞ്ചി. അവന് സൈഡൊക്കെ അങ്ങ് മുരിഞ്ഞിരിക്കണം, പക്ഷേ എനിക്കതിനോട് ഇഷ്ടമില്ല. എനിക്ക് ഇത്തിരി സൈഡ് ഇത്തിരി കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നാൽ മതി. നല്ലതായിരുന്നു തോന്നലും. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യേ. ഓക്കെ, രാവിലെ അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അരി അരയ്ക്കുമ്പം ജവാർ കൂടെ നമ്മുടെ മണിച്ചോളം കൂടെ ചേർക്കുമെന്ന്, അതും ചേർത്ത മാവാ ഇത്. അതിപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. റൈസ് കുറച്ചിട്ട് ഇത് കൂടുതലായിട്ട് ഞാൻ ചേർക്കും, പിന്നെ ഉഴുന്നും ചേർക്കും. അപ്പം ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇന്നിപ്പം ഞാൻ കടയിൽ സാധനം വാങ്ങിച്ചപ്പം ഈ ജവാറൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ ഇച്ചിരി താമസം എടുക്കും അതൊന്ന് കുതിർന്നറിയാൻ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അതിൻ്റെ പൊടി അങ്ങ് വാങ്ങിച്ചിട്ട് അരി അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ ചേർക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ നിന്ന് ബാജറ എന്ന് പറയുന്നതും ജവാറിൻ്റെയൊക്കെ പൊടിയാണ് വാങ്ങിച്ചത്. പൊടിക്ക് ഇച്ചിരി നമ്മൾ നോർമൽ അക്കായിട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ ഇത്തിരി റേറ്റ് കൂടുതലാണ്. എന്ത് വന്നാലും അതുകൂടെ ചേർത്ത് ഇപ്പം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ.
അപ്പം ഞാൻ ഒരു അടുപ്പിൽ ചായ, കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി, ഇഡലി, പാല് കാച്ചി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചമ്മന്തിയുണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പം രാവിലെ ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 80 ഏജിന് മുകളിലോട്ടുള്ളവർക്ക് വീട്ടിൽ ഈ വോട്ടിടാനുള്ള സൗകര്യത്തിനായിട്ട് ഒരു പുള്ളി വന്നായിരുന്നു. അങ്ങനെ പോൾമോൻ ആധാർ കാർഡിൻ്റെ ജീറോക്സ് ഒക്കെ എടുക്കാൻ പോയി. ആ പുള്ളി തന്നെ ഇന്നിപ്പം വന്നേക്കുന്നത് പുള്ളി അത് വീണ്ടും ചേഞ്ചായി, അതിൻ്റെ ലെറ്റർ കണ്ട് കൊടുക്കണം, പോകാമോ അങ്ങനെയൊക്കെയുള്ള ഇതിനായിട്ട് ചോദിച്ചുകൊണ്ട് വന്നേ. അപ്പം ഡാഡിക്ക് ഒന്നാമത് ഇപ്പോൾ ഇച്ചിരി ദേഷ്യത്തിലിരിക്കുന്ന സമയം. ഡാഡി പറഞ്ഞു, പിന്നെ എന്തിനാ നിങ്ങൾക്ക് അന്ന് പിന്നെ ആധാറൊക്കെ കോപ്പിയൊക്കെ എടുപ്പിച്ച് അത്രയും മെനക്കെട്ട് എന്തിനായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല? ഞാൻ പോയി ഇനിയിപ്പം സ്കൂളിൽ പോയി ചെയ്യുമോ എന്ന് നിങ്ങൾ ചോദിച്ചു, എന്തോത്തിന് അങ്ങനെ അതായതാന്നൊക്കെ. അപ്പോൾ ഇപ്പം അതൊന്ന് ഞങ്ങൾ അന്ന് ചിന്തിച്ചത് താഴെ പോയി ചെയ്താൽ മതി, അങ്ങനെയുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നതെന്ന്. അങ്ങനല്ല, ആ മെഷീനും കൊണ്ടെങ്ങാണ്ട് വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ട് ഇത് ചെയ്തുകൊണ്ട് പോകുന്നേ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്തെന്ന് പറയുന്നത്, ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ വോട്ട് ചെയ്യാൻ പോകണ്ടേ. അങ്ങനെ അതിൻ്റെ ലെപ്പടയും കൊണ്ട് അയാൾ ഇപ്പം 2-3 പ്രാവശ്യം ഈ മനുഷ്യൻ്റെ തീരെ ഡ്യൂട്ടിയായി. അപ്പം മറാഠിയിലാണ് പുള്ളി പറയുന്നത്. റീച്ചാൻ നന്നായി മറാഠി അറിയാമല്ലോ, റീച്ചാനും അറിയാം, ഡാഡിക്കും അറിയാം. അവരവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പം ഈ ജവാറൊക്കെ ചേർത്ത് സമൂഹം ദോശയൊക്കെ അത്ര ഇഷ്ടമല്ലേ. ഞാനപ്പോൾ ഇന്നാൾ ഇവന്മാർക്കില്ല വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പന്നിയാരം പോലെ ഉണ്ടാക്കിയോണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അതുപോലെ പന്നിയാരം പോലെ ഉണ്ടാക്കി കൊടുത്തണ്ടേ, ആളത് മൊത്തം ടിഫിൻ കഴിച്ചു. ഇച്ചിരി ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തോണ്ടേ. അല്ലാതെ ദോശ കൊടുക്കുമ്പോൾ ആ കളറൊക്കെ കാണുമ്പോൾ ആൾക്കൊരിത്തിരി ഇതായിരുന്നു. അപ്പം ഇത് കൊടുത്തോണ്ടേ അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞ് ടൊമാറ്റോ സോസും കൂട്ടി അങ്ങ് കഴിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ഇപ്പം നമ്മൾ ഈ മില്ലറ്റുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന്. ഇപ്പം നമുക്കെന്നല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതൊക്കെ ഇപ്പോഴേ നമ്മളത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് അവരുടെ ശരീരത്തിൻ്റെതായ ന്യൂട്രീഷനും അതൊക്കെ ലഭിക്കും. Network of computer is a group of interconnected systems. कंफ्यूज हो रहा है, वीडियो मत ले। हाँ पढ़ दे। Network of computer is a group of interconnected systems sharing resources and interacting using a shared communication. हाँ तो ये क्यों मेमोराइज है? ये यही बोला था मैंने। हाँ चलो इधर इधर देख के बोलो। Network is ऑफ कंप्यूटर। network of computer is a system of is a group of interconnected systems which shares information and resources. Information नहीं है, resources interacting and interacting using shared communication. देख ये दो चीज है, resources and interacting है. Using what? Shared communication link. ना याद रखना. बोल. Interconnected systems which share resources. Resources of interconnected. ഞാൻ അടുക്കളയിൽ നിന്നുണ്ടേ അവിടെ ഭയങ്കര പഠിപ്പീരും ബഹളോ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അതൊന്ന് പോയി വീഡിയോ എടുത്തേക്കാന്ന്. റീച്ചാൻ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്, റീച്ചാൻ ആക്ഷൻ കാണിച്ചാൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും അതിൻ്റെ സിസ്റ്റമാണെങ്കിൽ ആ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ അത് അവരുടെ മൈൻഡിൽ നിൽക്കും. പ്രീസമോനെ പഠിപ്പിക്കുകയാണെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നത്. പോളിനോട് ചോദിക്കും അപ്പോൾ പോൾ ആദ്യം ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നാൽ അവന് നാണക്കേട്. റീച്ചാൻ പറയുന്നത് പറയടാന്ന് പറഞ്ഞാൽ അവനതാ ആരെയും വീഡിയോ എടുക്കല്ലേ എന്നുള്ള അർത്ഥത്തിൽ നിന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ ഇനി അവനെ ഇതാക്കണ്ട, ചിലർക്ക് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ആൻസർ പറയാൻ പറ്റത്തില്ലല്ലേ. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു മണി പ്ലാന്റ് വിട്ടിരിപ്പണം. എനിക്കിന്ന് അങ്ങനെ കുക്കിംഗ് അധികമൊന്നുമില്ല, ഇന്നലത്തേക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നെയ്യപ്പമൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഈ മണി പ്ലാന്റിനെ ഒന്ന് എടുത്ത് ഞാനൊന്ന് കഴുകി വെള്ളമൊക്കെ എടുത്ത് വെച്ച് അവിടോട്ടൊന്ന്, എനിക്ക് ഇതൊക്കെ ചെടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇവർക്കൊന്നും അത്ര താല്പര്യമില്ല. അപ്പം അവർക്കൊരാശ,
പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എല്ലാവർക്കും മുട്ടക്കറി ഇത് മതി. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ കറി അവിടെ ഇരിക്കട്ടെ. ഇന്നലെ മുട്ട വാങ്ങിച്ചത് കൊണ്ട് മുട്ട ഞാൻ പറഞ്ഞില്ലേ മുട്ട കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക, ബാക്കി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വെളിയിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്നങ്ങ് മുട്ടക്കറി ഉണ്ടാക്കി വെളിയിലധികം വെക്കണ്ടല്ലോ എന്നും പറഞ്ഞ് മുട്ടക്കറി വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി പെരിഞ്ചീരകവും കടുകും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് കുത്തി അരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് വഴട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മുട്ടക്കറി വെക്കുവാണെങ്കിൽ പ്രീസമ്മോനും മനസ്സോടങ്ങ് ചപ്പാത്തിയൊക്കെ കഴിച്ചോളും. അപ്പോൾ അവന് ചില കൂട്ടാനുകളൊക്കെ ഇഷ്ടമാണ്. അവന് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാലും അവൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഇതാകുമ്പോൾ അവൻ സന്തോഷത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ടേ. ഇപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി അത് വഴന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് കൊത്തുമ്പം അത് നന്നായി പിന്നെ മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നന്നായി അത് നന്നായിട്ടങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ, 2 ഏലക്കയും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി അരച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കൊണ്ടൊന്ന് തിളക്കട്ടെ. കറി ഇതൊരു മഞ്ഞ കളറാണ്. എൻ്റെ വീഡിയോയിൽ ചുമന്ന കളറാണ്. മിക്ക കറികൾക്കും ഇങ്ങനെ കളർ വരുന്നത്. ഇതൊരു യെല്ലോ കളർ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതങ്ങ് തീ ഓഫ് ആക്കുക. ഇനി ഇച്ചിരി കൂടെ ഒന്ന് കുറുകിക്കോളും. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3-4 മണിക്കൂർ 1 കപ്പ് പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്തായിരുന്നു. എന്നിട്ട് അതിപ്പോൾ ഞാൻ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ 1 കപ്പ് അരി എന്ന് പറയുന്നത് ഇത് 250 ml. മധുരം ഒരു 100-125 ഗ്രാം വരെ എടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്തോ കേട്ടോ. ഞാനിപ്പോൾ അതൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടു. നിങ്ങളതുപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് പാനി ഉണ്ടാക്കല്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ലായനിയിൽ നിന്ന് അത് തിക്കായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് ഒരു 1/2 കപ്പ് 3/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതാണ്. അരയ്ക്കാൻ നേരം ഞാനിതിലേക്ക് 3 ഏലക്ക, 1/2 ടീസ്പൂൺ ജീരകം, എന്നിട്ടിത് നമ്മൾ ഒത്തിരി പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ഇത്തിരി ഒരു തരിതരിപ്പ് കയ്യിൽ വേണേ, അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒത്തിരി ലൂസായി പോകല്ല. അതുകൊണ്ട് മധുരവും നമുക്ക് വേണമല്ലോ, അതനുസരിച്ച് വെള്ളമാക്കാവും. അതേസമയം ശർക്കരപ്പാനി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇച്ചിരി വെള്ളം ഒഴിച്ച് അരയ്ക്കാം. പക്ഷേ നമ്മൾ ശർക്കര കലക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കണേ. അപ്പം ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇത് നമുക്ക് പൾസ് ചെയ്തെടുക്കാം. ഞാനിപ്പം കുറച്ച് ശർക്കര വെള്ളമെല്ലാം ഒഴിച്ചുള്ളായിരുന്നു. അപ്പം ഗോതമ്പ് പൊടിയും കൂടി ഇട്ടൊന്ന് പൾസ് ചെയ്തോണ്ടേ മാവൊന്ന് തിക്കായിട്ടിരിക്കുക. അപ്പം ബാക്കിയുള്ളതുകൂടെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഒരു ദോശമാവിൻ്റെ ഒരു പരുവം പോലൊക്കെ നമുക്ക് വേണം. ഒത്തിരി അങ്ങ് തിക്കും ആവല്ല, എന്നാൽ ലൂസും ആവല്ല. ഇതിപ്പോൾ ഞാനിത് അരച്ചിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ടേ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ഇച്ചിരിയും ശർക്കരപ്പാനി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഇട്ടില്ല, കാരണം കട്ട എങ്ങാനും പിടിക്കും പറഞ്ഞ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പൂടെ, ഞാൻ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഈ നെയ്യൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുമ്പം അരച്ചൊരു 7-8 മണിക്കൂറൊക്കെ അതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കും. അപ്പോഴാണ് അതിൻ്റേതായ ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഇതും ടേസ്റ്റ് ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. റെസ്റ്റ് ചെയ്യേണ്ടിയവർക്കൊക്കെ അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ച് ഉണ്ടാക്കാം. സാധാരണ നെയ്യപ്പത്തിൽ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ തേങ്ങ നെയ്യിൽ വറുത്താൽ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ തിരുമിയ തേങ്ങ, കണക്ക് പറയുവാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം, 3-4 ടേബിൾ സ്പൂൺ തേങ്ങ കാണും. നിങ്ങൾ തേങ്ങ കൊത്താണെങ്കിൽ നെയ്യിൽ വറുത്ത് ഒരു ഇച്ചിരി ഒന്ന് ചൂട് മാറിയതിന് ശേഷം മാവിലൊഴിച്ച് നന്നായി ഇളക്കിയെടുക്കണേ. അപ്പം ഞാനിങ്ങനെ ഈ തേങ്ങ തിരിയതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ.
എനിക്ക് കൊത്തിനേക്കായി ഇങ്ങനെ ചേർത്തപ്പോഴാണ് ഇഷ്ടമായിട്ട് തോന്നിയത്. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കതൊന്ന് ഒഴിച്ച് പൊങ്ങി വേണ്ടേ. അപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എന്നിട്ട് മാവ് ഒഴിക്കാൻ നേരം ഞാനൊന്ന് തീ ഇച്ചിരി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച്, പിന്നെ ഇച്ചിരി നേരം ആകുമ്പോൾ അത് താനേ അങ്ങ് താഴെ നിന്ന് മുകളിലോട്ട് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. അപ്പോഴാണത് നന്നായി പൊങ്ങി വരുന്നത്. ഇപ്പോൾ ഇത് താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഓയിൽ ഇങ്ങനെ മണ്ടയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ വീണ്ടുതാണ്ട അവിടെ ഇപ്പം നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ചെറിയ ചെറിയ ബൗൾസുകൾ വീഴുന്നതുകൊണ്ടല്ല അതിങ്ങനെ കോരി മാറ്റിയേക്കണേ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ അവിടെ കിടന്നങ്ങ് കരിയും. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അതൊരു കളർ ഇത്തിരി ആവുന്നുണ്ടേ. തീ ഒത്തിരി ഇനി കൂട്ടിയിടല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. കാരണം അകത്തെ മാവ് വേവാതെ പുറം അതങ്ങ് കരിയും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒരു കളർ നമുക്ക് മനസ്സിലാവുമല്ലേ, അതുവരെ അതൊന്ന് ഇങ്ങനെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഞാൻ കോരിയെടുക്കുക. ഒരു നല്ല കളർ പോലൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ എപ്പോഴും അരി പൊടിക്കകത്തും ഇതുപോലെ ചെയ്യാം. ഞാനിപ്പം അരി നമുക്ക് പച്ചരി, എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള അരിപ്പൊടിയേക്കായി എനിക്ക് ഈ അരി അരച്ച് ഉണ്ടാക്കുന്ന നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അരി ഇത്തിരി നേരത്തെ കുതുക്കാൻ വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് പെട്ടെന്നെല്ലാം കൂടെ അരച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളത്. നമ്മളിതിക്കും വലിയ പാടാണ്. പക്ഷേ നേരത്തെ ഞാൻ ഈ റെസിപ്പികൾ ഇടുന്ന സമയത്ത് അന്ന് എനിക്ക് ഇത്രയും നന്നായിട്ടിത് സോഫ്റ്റായിട്ട് വന്നില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇത് നല്ല, എനിക്ക് തോന്നുന്നു ആ തേങ്ങ തിരുമിയത് ഇട്ടപ്പോഴാണ് കുറേയും കൂടെ നല്ലതായെന്നാണ് എനിക്ക് തോന്നുന്നത്. തേങ്ങ കൊത്തിടുന്നതിനേക്കായി എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ സോഫ്റ്റ്നെസ് ആയതും അങ്ങനെ നമ്മൾ തിരുമിയത് ഇട്ടത് കൊണ്ടാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നെയ്യപ്പവും നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ നെയ്യപ്പം ഒന്നുമല്ല, ഇങ്ങനെ വീർത്തും ഇരിക്കത്തില്ല. അത് ഫ്ലാറ്റ് പോലെ ഇരിക്കുന്ന നെയ്യപ്പമാണ്. അതാണെങ്കിൽ വലിച്ച് കടിച്ച് പറിക്കണം നമുക്ക്. ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിള്ളേരിന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കാം. അപ്പോൾ സർപ്രൈസാണിത്. ഇതിവിടെ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് സാധാരണ നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നെയ്യപ്പത്തിൻ്റേതായ ഒരു ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല, വെറുതെ പേരേ ഉള്ളതിന്. അപ്പോൾ ഞാൻ ചിന്തിക്കും ഇത്രയും എന്തിനാ അവിടെ വന്ന് ഇങ്ങനെ കിടന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേ. നമുക്ക് ഇത്രയും ഒരു കപ്പ് അരിക്കകത്തൊരു 10 എണ്ണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കൂടെ ഒരു ഇത്തിരി ഡാർക്ക് കളർ പോലെ തോന്നുന്നുണ്ട്. അത്രയും ഡാർക്ക് കളറല്ല, നല്ലൊരു ഇത്തിരി ബ്രൗൺ കളർ പോലെ, കരിഞ്ഞിട്ടൊന്നുമില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് കരിഞ്ഞതുപോലെ തോന്നും, പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. ഈ വീഡിയോയുടെ കളറിൻ്റെ ഞാൻ പറഞ്ഞില്ല, ചില കറി ആണെങ്കിലും യെല്ലോ കറി ആയിരിക്കും, പക്ഷേ അത് ചുമന്നായിട്ടാണ് കാണുന്നതെന്ന്. ഇത് ഇത്രയും ഞാനിപ്പം ഉണ്ടാക്കി. 9 എണ്ണം ഉണ്ടായിരുന്നു. ഇത്തിരി വലുതുമാണ് കേട്ടോ ഇതിൽ, പക്ഷേ ഇത്തിരി ചെറുതായിട്ട് തോന്നുന്നു. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്. അയ്യോ ചൂടാന്നേ, ഇതും ചൂടാ. സോഫ്റ്റ് അല്ലേ? ആഹാ, ഞാൻ എന്നിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ബെൻസിക്കും അയച്ചു കൊടുത്ത്, ചേച്ചിക്കും ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാകും, ഗ്രൂപ്പിലിട്ട് കൊടുത്ത്. കഴിച്ച് കാണിച്ചില്ലേ നിങ്ങളിനി പിഴങ്ങത്തില്ലേ? അതുകൊണ്ട് കഴിച്ച് കാണിക്കാമേ. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ്, പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. ഒരെണ്ണം ഞാൻ ഇട്ടിട്ടല്ലേ ഞാൻ ഇതെല്ലാം കാണിക്കാൻ മതി. അടിവശം കരിഞ്ഞു പോയി. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. നിങ്ങൾ കാണുമ്പോൾ അറിയാം എന്ത് നല്ല മാത്രം സോഫ്റ്റാണെന്ന്. അയ്യപ്പൻ്റെ മാവ് അയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. എന്താ അടിയത്? എന്താ ഇത്? നെയ്യപ്പം രുചിയുണ്ടോ?
വേണ്ട ആടി അവിടെ ഇരിക്കുമായിരുന്നു. ആടിക്കാൻ ഒരെണ്ണം കൊണ്ട് കൊടുത്ത്, തണുത്ത ഒരെണ്ണം, നല്ല ചൂടില്ലല്ല. ഞാൻ തന്നെ എടുത്തിട്ടത് നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇനി ചായയും കൂടെ ഇട്ടിട്ട് ചായയുടെ കൂടെ കൊടുക്കാമെന്ന് വെച്ച്. ഞാൻ ചോദിച്ചു ഡാഡി ഇത് എന്തുവാ ഡാഡിക്ക് എന്തുവാ? ഡാഡിക്ക് ചിലപ്പോൾ കാണേണ്ടത് കാണാത്തത് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. അപ്പോൾ ഇതെന്തുവാ? ഞാൻ പറഞ്ഞു നെയ്യപ്പമാണ്. നല്ലതെന്ന് പറഞ്ഞു. എനിക്ക് അടുക്കളയിൽ നിന്നാൽ കാണാമല്ലോ പിള്ളേർ വരുന്നേ. അന്നേരം വരുന്നുണ്ട്. ഞാൻ പോയി ഇനിയും കതവ് തുറക്കട്ടെ, അവരുടെ വീഡിയോയൂടെ ഒന്ന് ഇച്ചിരി എടുക്കട്ടെ. ഹായ്. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? अच्छा गया, ആ सब लिख के आया। കൊടുത്തോ 300 റുപ്പീസ്? എല്ലാവരും കൊടുത്തോ? नहीं, പിന്നെ डेट है ना, कितना तक है? 23 का था। खाने के लिए കാനക്കില് മട്ടൺ ഫ്രൈയും ചിക്കൻ സ്റ്റൂ. जल्दी जल्दी निकालो, जल्दी निकालो। मुझे लगता है मम्मी इधर बनाएगा क्या? नहीं लगता है, तो बोल रही क्यों? मस्ती के लिए। ओ, अभी सब निकालेगा। क्या सॉक्स निकाल रहे? नहीं तो क्या करना था? अब तो नहीं बंद करो। അമ്മി വീഡിയോ ബന്ദ് ചെയ്യട്ടോ? ഏ ആ जल्दी आ। എന്തായാലും പറഞ്ഞിട്ട് പോടാ. क्या है ये? എന്തോ ഇത്? आपको मालूम है? നിനക്കറിയത്തില്ല എൻ്റെ പേര്? नहीं अपन। ആ കൊള്ളാമോ? हाँ, लेकिन कड़क रहना चाहिए। നിനക്ക് കടക്കാണോ ഇഷ്ടം? बाहर का साइड, अंदर का सॉफ्ट, बाहर ऐसा क्रंच। ഞാനത് അധികം മുരിപ്പിക്കാൻ ഞാൻ അവിടെ പോയി. ഒരു മിനിറ്റ്, ഷർട്ട് ഇടാൻ എന്താ? चलेगा, छोड़। മുട്ട ഇപ്പൊ വേണോടാ? रात को चपाती है? हाँ നോക്കട്ടെ, ഇപ്പൊ 2 എണ്ണമല്ലേ കഴിക്കുന്നുള്ളൂ. हाँ। അപ്പോൾ പോള് വരുന്ന ഉടനെ ചോദിക്കും എന്തോ ഇന്ന് കഴിക്കാൻ. അതാ ഞാൻ തമാശയ്ക്ക് പറഞ്ഞ് മട്ടൻ റോസ്റ്റും ചിക്കൻ ഇങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ ഇവർക്ക് തമാശ പറയുന്നത് മനസ്സിലാവത്തില്ല. പ്രീസനോട് ഇത് പറഞ്ഞായിരുന്നെങ്കിൽ പ്രീസന ഇത് സീരിയസ് ആയിട്ട് എടുത്തേനെയായിരുന്നു. പോളിനിപ്പം മനസ്സിലാവും. ചില സമയത്ത് അവനും മനസ്സിലാവത്തില്ല. അവനും അത് സീരിയസ് ആണ്. ഇവരുടെ അടുത്ത് തമാശ പറയാനൊക്കത്തില്ല. അത് സീരിയസ് ആയിട്ട് അവർ ചിന്തിക്കും. അപ്പോൾ എല്ലാവർക്കും പോൾമോനും വന്ന് 2 ചപ്പാത്തി തിന്നേ. മുട്ട ഇപ്പം വേണമെന്ന് ചോദിച്ചാണ് ഇപ്പം അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇവന് ഞാൻ അന്ന് ഷോർട്ട് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളായിട്ട് എടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും അച്ചപ്പമൊക്കെ നെയ്യപ്പം ഉണ്ടാക്കണം കേട്ടോ. അച്ചപ്പം ഉണ്ടാക്കാൻ നോയമ്പാന്ന്, മുട്ട ചേർക്കുന്നതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല റിൻസിക്ക്. നെയ്യപ്പം ഇഷ്ടമുള്ളവർ നെയ്യപ്പം ഉണ്ടാക്ക്, എളുപ്പമല്ലേ. എന്നിട്ട് എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു. പക്ഷേ ഇതിപ്പോൾ 1 കപ്പായതുകൊണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞ 9 എണ്ണം കണ്ടേ ഉള്ളായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.